ഭയങ്കര സന്തോഷം. എൻ്റെ കുഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കിടന്ന് കരയുന്നേ കണ്ടിട്ടുണ്ട്. അടുത്ത എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ എൻ്റെ അമ്മ നന്നായിട്ട് ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി ടെൻഷനൊന്നും ഇല്ല, അമ്മ ഉറങ്ങുകയാണ്. രാത്രി അങ്ങനെ അല്ലായിരുന്നു കുറച്ചാൾ മുമ്പ് വരെ. എൻ്റെ പേര് ജിതിൻ. ഞാൻ ഈ തവണത്തെ KP3 ബറ്റാലിയനിൽ അഡ്വൈസ് വന്നതാണ്. ഞാൻ പഠിച്ചതെല്ലാം പ്രദീപ് മുത്തല സാറിൻ്റെ അടുത്താണ്. അപ്പം സാർ ഒരുപാട് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജോലിയുടെ ഇടയിലും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സാറിൻ്റെ ഒരു സഹായത്തോടു കൂടി മാത്രമാണ്. ഈ ജോലികളെല്ലാം ചെയ്തതിന് ശേഷം കിട്ടുന്ന കുറച്ച് സമയം കൊണ്ടാണ് എനിക്ക് പഠിക്കാൻ സാധിച്ചത്. എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനും അമ്മയടങ്ങിയൊരു ചെറിയ കുടുംബമാണ്. പിന്നെ കൊച്ചിലെ അച്ഛൻ നഷ്ടമായി. അപ്പം അതിന് ശേഷം അമ്മയാണ് എല്ലാം നോക്കിയത്. ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു അച്ഛൻ പോയ സമയത്ത്. അതെല്ലാം എൻ്റെ അമ്മയാണ് ഒരുവിധം തീർത്തത്. പിന്നെ അതിന് ശേഷം ഞാൻ ഒരുപാട് പ്രൈവറ്റ് ജോലികൾക്കെല്ലാം പോയി. പക്ഷേ ഒന്നും നമുക്ക് പ്രൈവറ്റ് ജോലി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നമുക്കൊരിക്കലും ഒരു സേഫായിട്ടുള്ള സംഭവമല്ല. പിന്നെ നമ്മൾ എത്ര വർക്ക് ചെയ്താലും അവർക്കത് പോരാ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് രണ്ടും കൽപ്പിച്ച് നമ്മൾ PSC എങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. എൻ്റെ ഒരു 26ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ PSCയിലേക്ക് വരുന്നത്. അപ്പം വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് ഇനി പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലും എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ നോക്കുന്നവരെല്ലാവരും ഇതേന്ന് പറഞ്ഞു PSC എന്ന് പറഞ്ഞ് തന്നെ ഇരുന്ന് പഠിക്കുന്നവരാണ്. അപ്പം നമുക്ക് ഈ ജോലിയുടെ കൂട്ടത്തിൽ ഇതും കൂടെ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. സാറിൻ്റെ അടുത്ത് ചെന്നപ്പോഴും അവിടെ എല്ലാവരും ഡിഗ്രി പഠിച്ച് കഴിഞ്ഞവരാണ്. ഡിഗ്രി പഠിച്ച് കഴിഞ്ഞ് ഉടനെ വന്നവരാണ്. നമുക്ക് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം നമുക്ക് ഇത്രയും ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പം ആദ്യമായിട്ടൊരു ബേസ് പോലും അറിഞ്ഞുകൂടാതെ PSCയിലേക്ക് വരുമ്പോഴത്തേക്ക് ഊഹിക്കാം, നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ എൻട്രിയുടെ കാര്യം എന്ന് വെച്ചാൽ സാറ് ഞങ്ങളവിടെ പ്രദീപ് മുഖത്തിൽ സാറ് പഠിപ്പിക്കുന്ന സമയത്ത് കുറച്ച് സ്പീഡിലാണ് സാറ് ഈ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒക്കെ പറഞ്ഞു പോകണം. അപ്പം എനിക്ക് കുറച്ചുകൂടെ ബേസ് കിട്ടണമെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻട്രി ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ബാക്ക് എടുത്തതാണ്. ട്രയൽ ബാക്ക് എടുത്ത സമയത്ത് 2-3 ദിവസം നമുക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ട് കയറാം. അപ്പം അത് കേട്ട സമയത്ത് എനിക്ക് തോന്നി കുറച്ചുകൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ബേസ് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങൾ ആൻഡ് ദ എന്ന് പറയുന്ന സംഭവങ്ങൾ എവിടെയൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്നുള്ളത് നമുക്ക് റഫായിട്ട് അറിയാം. പക്ഷേ അത് PSCക്ക് ചോദിക്കുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുന്ന മനസ്സിലാക്കിയാൽ മാത്രമേ കറക്റ്റായിട്ടുള്ളത് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം അത് സാറിൻ്റെ രഞ്ജിത്ത് സാറിൻ്റെ ക്ലാസ്സിൽ കയറിയപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. റെക്കോർഡ് ക്ലാസ്സാണ് കിട്ടുന്നത്, ഞാൻ ബേസ് ബാക്കാണ് എടുത്തത്. അപ്പം ഇതെല്ലാം കിട്ടി. അപ്പം എനിക്ക് കുറച്ചുകൂടെ ഒന്ന് കോൺഫിഡൻസ് ആയി. പിന്നെ ഞാൻ സ്പെഷ്യൽ ടോപ്പിക്കും എനിക്ക് വലിയ ഉപകാരപ്പെട്ടു കേട്ടോ. അതിനകത്ത് റെക്കോർഡ് ക്ലാസ്സിനകത്തുള്ള സാറ് നന്നായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സും ഒരുപാട് ഉപകാരപ്പെട്ടു. സാറ് തരുന്നുണ്ട്, സാറ് ഒരുപാട് തരുന്നുണ്ട്. ഈ എൻട്രിയുടെ തന്നെയാണ് സാർ ഒരുപാട് എടുത്ത് നമുക്ക് തരുന്നത്. നമ്മളെ ക്ലാസ്സിലാണെങ്കിലും എൻട്രിയുടെ PDF കോപ്പി എടുത്താണ് തരുന്നത് സാറ്. അപ്പം അതൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. പുതിയതായിട്ട് വരുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പം എനിക്ക് സാധിക്കുമെങ്കിൽ എല്ലാവർക്കും പറ്റും. കാരണം ഞാൻ ഈ ജോലിയുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന സമയത്താണ് ഞാൻ പഠിച്ചത്. എന്നിട്ട് എനിക്കിത് കിട്ടുമെങ്കിൽ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ആർക്കും കിട്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ PSC എന്ന് പറയാം. അമ്മയ്ക്ക് അഡ്വൈസ് കിട്ടിയ സമയത്ത് ഒരുപാട് സന്തോഷമായി. അപ്പം എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു സമ്മാനം തന്നെ ആയിരുന്നു. എൻ്റെ അമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ. അച്ഛനില്ലാതെ അത്രയും എൻ്റെ ഒരു 8ാം ക്ലാസ്സിൽ വെച്ചാണ് ഇവർ തമ്മിൽ. അപ്പം അതിനുശേഷം ഈ ഒരു പ്രായം, ഒരു ഡിഗ്രി കഴിഞ്ഞ് ഒരു PG കയറുന്ന സമയം വരെയും ഒരുപാട് അമ്മ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ പാർട്ട് ടൈം ജോലികൾക്കൊക്കെ പോകുമായിരുന്നു. അന്ന് മുതലേ തന്നെ പോകുമായിരുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം എൻ്റെ കാര്യങ്ങൾ, കോളേജിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നതുകൊണ്ട് അത് നടക്കുമായിരുന്നു.
ഭയങ്കര സന്തോഷം. എൻ്റെ കുഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മോന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയത്. എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. പഠിക്കാനൊക്കെ ജോലിക്ക് പോയി എന്നിട്ട് വന്നാ എൻ്റെ കുഞ്ഞ് പഠിച്ചത്. ഞാനെന്താ പറയാൻ. ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ മോനെ ഈ നിലയിൽ എത്തിയല്ലോ, ഇത്രയൊക്കെ ആയില്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഇത്രയും സന്തോഷമാണെന്ന് പറയുമ്പോൾ എനിക്ക് വേറെ ഒന്നും വേണ്ട. എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ ഈ ഒരു നിലയിലാക്കാൻ. ഒരുപാട് ദിവസം ഒരുപാട് കടമുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ അമ്മ രാത്രി ഉറങ്ങാതിരിക്കുന്നേ കണ്ടിട്ടുണ്ട്. രാത്രി കിടന്ന് കരയുന്നേ കണ്ടിട്ടുണ്ട്. അടുത്ത എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം എൻ്റെ അമ്മ നന്നായിട്ട് ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി ടെൻഷനൊന്നും ഇല്ല, അമ്മ ഉറങ്ങുകയാണ്. രാത്രി അങ്ങനെ അല്ലായിരുന്നു കുറച്ചാൾ മുമ്പ് വരെ. എല്ലാവർക്കും അത് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പറ്റുന്ന മാർഗങ്ങളെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ പ്രദീപൻ മുഖത്തിൽ സാറിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് സാറ് ഞങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, സാറിനെ മാത്രമായിട്ട് ആശ്രയിക്കരുത്. നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ രീതിയിലും പഠിക്കുക. ഞാൻ യൂട്യൂബ് നോക്കി പഠിക്കുമായിരുന്നു, റാങ്ക് ഫയൽ നോക്കുമായിരുന്നു, നമ്മളെ പത്രം വായിക്കുമായിരുന്നു, പിന്നെ തൊഴിൽ വീതി വരുത്തുമായിരുന്നു. പിന്നെ നമ്മുടെ ഹാർഡ് വർക്ക് എത്ര ചെയ്യുന്നോ അതിൻ്റെ ഉള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും.